ഇവിടുന്ന് വണ്ടി കൊടുത്ത എല്ലാ വണ്ടികളും അതപ്പോ നമുക്ക് ഈ ബ്രേക്ക് ഇല്ലാത്ത വണ്ടികളാണ് നമ്മൾ ബ്രേക്ക് വരെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതിലെ ടാക്സ്, ഇൻഷുറൻസ്, എല്ലാ വണ്ടിന്റെ എല്ലാ ഭാഗവും പേപ്പർ ഫിറ്റ് ആയിട്ട് കൊടുക്കും. വാട്ടർ പ്യൂരിഫൈ ഇല്ലേ, അവര് ഇതിന് ഉപയോഗിച്ച ഒരു വണ്ടിയാണ്. ഓവർ ലോഡൊന്നും കയറിയിട്ടില്ല. ഏസ് പറയുമ്പോൾ സൂപ്പർ ഏസ് ആണ് വയ്ക്കുന്നത്. ആന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഡിമാൻഡ് കിട്ടും. ഇനി അതിന്റെ കൂടെ മിന്റ് കൂടെ വന്നിട്ടുണ്ട്, അത് തോത്താൻ തണുപ്പായിരിക്കും. അല്ല, സൂപ്പർ ഏസ് മിന്റ് ഇതിന്റെ സർവീസിലും കയറട്ടെ. എല്ലാ വണ്ടികളും നമ്മൾ കസ്റ്റമർ എങ്ങനെയാണോ വണ്ടി എടുക്കുന്നത് അതേ രീതിയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ മറ്റേ കച്ചവടക്കാരന്മാര് എടുത്തിട്ട് ലാഭം കിട്ടിയിട്ട് കൊടുക്കുന്ന പരിപാടി അല്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു വെറൈറ്റി സെഗ്മെന്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. യൂസ്ഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് വന്നിരിക്കുന്ന ഷോറൂം ക്യാപ്സ് മോട്ടോഴ്സ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുന്നേ ഒക്കെ നമ്മൾ കൊമേഴ്ഷ്യൽ പലയിടത്തും കാണിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും വാറന്റിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാപ്സ് മോട്ടോഴ്സിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഇതിൽ വാറന്റി ഉള്ള വാഹനങ്ങളും അതേപോലെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ വാഹനങ്ങളും ഒക്കെ തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ടാറ്റയുടെ ഡീലർഷിപ്പ് ഷോറൂം ഉണ്ട്, അത് പുതിയതിന്റെ ഷോറൂം ഉണ്ട്, അതേപോലെ തന്നെ യൂസ്ഡിന്റെ ഉണ്ട്. യൂസ്ഡിന്റെ ആണ് ക്യാപ്സ് മോട്ടോഴ്സ് ടാറ്റ ഓക്കെ എന്നാണ് ആ ഒരു വിങ്ങിന്റെ പേര് വരുന്നത്. അത് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, അത്രയും പേര് വിളിക്കുമെന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല. നമുക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ട് വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും വന്നിരിക്കുകയാണ്. വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ്, തിരുവനന്തപുരം. നമ്മുടെ ക്യാപ്സ് കാസില്ലേ, അവരുടെ വിങ് തന്നെയാണ് ഇത്. ക്യാപ്സ് കാസിന്റെ വിങ് തന്നെയാണ്. ക്യാപ്സ് മോട്ടോഴ്സ് എന്നാണ് ഈ ഒരു യൂസ്ഡ് വിങ്ങിന്റെ പേര്. അപ്പോൾ ക്യാപ്സിന്റെ ഏകദേശം പുറകിലായിട്ടാണ് ഈ ഒരു ഷോറൂം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. സുഷിയെ സ്വാഗതം ചെയ്യാം. സുഷി, സ്വാഗതം. നമസ്കാരം. ഓക്കെ, കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? നല്ല റെസ്പോൺസ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, നല്ല കോളിംഗ് ആയിരുന്നു. അതുപോലെ നമ്മുടെ ഒരുവിധം കഴിഞ്ഞ എല്ലാ വണ്ടികളും ഒരുവിധം പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൂടുതൽ ആൾക്കാർ വന്നത് ഈ വണ്ടീന്റെ ഡീറ്റെയിൽസും പിന്നെ അതുപോലെ വണ്ടീന്റെ വിലക്കുറവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആൾക്കാർ സഡൻ റെസ്പോൺസ് ചെയ്തു. നല്ലതായിരുന്നു അല്ലേ? നല്ലതായിരുന്നു. ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വീണ്ടും ഒന്ന് അവിടെ പോയിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് റീസെന്റ് കമന്റ്സ് വന്നിട്ടുണ്ട്. 2 ദിവസം മുന്നേ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക്. നിങ്ങളൊന്ന് അവിടെ പോയിട്ട് വീഡിയോ അധികം പേരും വിളിക്കുമ്പോൾ പറയാം ഞങ്ങൾ വീഡിയോ കൊണ്ട് വിളിക്കുകയാണ് വേണ്ട വിളിച്ച് സംസാരിക്കുന്നത്. ടീം ടെക്കിന് വീഡിയോ കൊണ്ട് വിളിക്കുന്നതാണ് അങ്ങനെ വരുന്നത്. എന്തായാലും ആ ഒരു വിശ്വാസം ഇവർ പാലിച്ചിട്ടുണ്ട്. അവർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്രയും കോള് വന്നിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ വാഹനം, അതായത് നിങ്ങൾ ചെറിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. എന്തായാലും കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, മറന്നുകൊണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ പുതിയ വാഹനങ്ങളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് ചാനലിൽ ലഭിക്കുന്നതാണ്, മറന്നുകൊണ്ട. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, ഇത് ആദ്യ വാഹനം ടാറ്റയിൽ തന്നെ തുടങ്ങാം. ടാറ്റയുടെ എൻട്രി ആണ് V30 KL12 വയനാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയാ സൂക്ഷിച്ച കാര്യങ്ങൾ? ഇത് 2023 മോഡൽ വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ ആകെ ഓടിയത് 14 ഓടിയിട്ടുള്ളൂ. നമുക്ക് 11,000. ഇത് AC പവർ സ്റ്റിയറിംഗ് വണ്ടി വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വാഹനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു V50 കാണിച്ചിട്ടുണ്ടായിരുന്നു. V15 അത് വീഡിയോ ചെയ്യലും പോകലൊക്കെ ഒരുമിച്ചായിരുന്നു. ഫസ്റ്റ് കസ്റ്റമർ വന്നു, കോട്ടയം വന്നിട്ട് അവര് കോട്ടയത്ത് നിന്ന് വിളിച്ചു, അവിടെ സംസാരിച്ചു. അവര് രാവിലെ എത്തി, അന്ന് ഡെലിവറി എടുത്ത് വണ്ടി പോയി. നമുക്ക് നമ്മുടെ പേപ്പറും എല്ലാ ഭാഗം ഫിറ്റ് ആയതിനെ കൊണ്ട് അവർക്ക് അന്ന് നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റി. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഈ ആ വണ്ടി എന്നല്ല, ഇവിടുന്ന് വണ്ടി കൊടുത്ത എല്ലാ വണ്ടികളും അതപ്പോ നമുക്ക് ഈ ബ്രേക്ക് ഇല്ലാത്ത വണ്ടികളാണ് നമ്മൾ ബ്രേക്ക് വരെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതിലെ ടാക്സ്, ഇൻഷുറൻസ്, എല്ലാ വണ്ടിന്റെ എല്ലാ ഭാഗവും പേപ്പർ ഫിറ്റ് ആയിട്ട് കൊടുക്കും. പേപ്പർ ഫിറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് 2 ഇയറിലേക്ക് വണ്ടി വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതായത് 2 കൊല്ലത്തിലുള്ള ബ്രേക്ക് കിട്ടുകയാണ്. കസ്റ്റമർക്ക് വണ്ടി എടുക്കാൻ ഉപയോഗിച്ചാൽ മാത്രം മതി. അതും കൂടി എല്ലാവരും നല്ലൊരു ബെനിഫിറ്റ് ആണ് പറഞ്ഞിട്ടോ. അതായത് പേപ്പർ ഭാഗം ക്ലിയർ ആയിട്ട് കൊമേഴ്ഷ്യൽ ഏറ്റവും വേണ്ടത് പേപ്പർ. പേപ്പറിന് ഏകദേശം അപ്രോക്സിമേറ്റ് എന്റെ അഭിപ്രായത്തിൽ ഒരു ടാക്സ്, ഇൻഷുറൻസ് വരുമ്പോൾ ഒരു 10-25,000 റുപ്യ ആയിട്ട് മിനിമം വരും. ബ്രേക്ക് എടുക്കുക എല്ലാം കൂടെ ആയിട്ട്, പേപ്പർ വർക്ക് മാത്രമായിട്ട്. പിന്നെ ചെറിയ ചെറിയ വർക്ക് ഉണ്ട്, അതുകൊണ്ട് ബോഡി വർക്ക്, കാര്യങ്ങൾ, ടയേഴ്സ്, ബാക്കിയുള്ള ബ്രേക്ക് എടുക്കുമ്പോഴുള്ള എന്തൊക്കെ നോക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് നോക്കാം. എല്ലാം ഓക്കെ ആണോ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് 2023 വാഹനമാണ് അല്ലേ? വാറണ്ടി ഉണ്ടാവല്ലോ? വാറണ്ടി ഉണ്ട്. 2025 7 മാസം വരെ വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടി. ഓട്ടോ ആകെ 11,000 ഓടിയിട്ടുള്ളൂ. പിന്നെ സൈഡ് വെയിലൊക്കെ അടിച്ച വണ്ടിയാണ്. ഓക്കെ, വേറെ ആക്സിഡന്റ് വർക്ക്, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ബോഡി അടിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. എത്രയാ ലോഡിംഗ് കപ്പാസിറ്റി? എത്രയാ? അപ്രോക്സിമേറ്റ് ഒരു 1.5 ആണ് വരുന്നത്. അതിലിപ്പോ നമുക്ക് പേലോഡ് അല്ല, 3 ടൺ വരെ വണ്ടി വലിച്ചു പോകും. 3.5, അതായത് ദോസ്തില്ലേ, നമ്മുടെ ദോസ്തിനെ കടപിടിക്കുന്ന ഒരു സാധനമാണ് V30. വളരെ എങ്കുള്ള വണ്ടിയാണ്. നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു വണ്ടിയാണ് V30 ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സംഭവം. ഓക്കെ, എന്തായാലും 3 ടൺ വരെ ലോഡിംഗ് വലിച്ചു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ,
വേറെന്താ ഇപ്പൊ ഒന്നുമില്ലല്ലോ, പുതിയ വണ്ടി, അതായത് ടയേഴ്സ് പോലും ഒന്നും ആയിട്ടില്ല, ഒന്നും മാറേണ്ട ആവശ്യം, പുതിയ വണ്ടി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി വരിക എടുക്കുക പോവാ തന്നെ, അത്രേ ഉള്ളൂ. ഇതിന് ലോഡിൽ എത്ര മൈലേജ് വരുന്നുണ്ട്? എങ്ങനെ ലോഡിങ്ങിൽ എത്ര മൈലേജ് നമുക്ക് ഒരു 15-17 അടുത്ത് കിട്ടുന്നുണ്ട് മാക്സിമം ലോഡിങ്. കമ്പനിയുടെ മൈലേജ് ആണ്, കമ്പനി പണമാര് ഓടിച്ചാലേ കിട്ടുന്നൊക്കെ പറയും. അല്ല, അത് കമ്പനി പറയുന്ന മൈലേജ്. അങ്ങനെയാണ് ഒരു 3-4 കിലോമീറ്റർ കുറച്ച് 15 എന്തായാലും കിട്ടും, എന്തായാലും കിട്ടും, അത് കിട്ടും. അതെല്ലാരും ഇതെല്ലാരും പറയുന്നുണ്ട്, നമുക്ക് ഉണ്ടല്ലോ കസ്റ്റമേഴ്സ് എല്ലാവരും 15 അടുത്ത് കിട്ടുന്നുണ്ട്, ചിലർക്ക് കൂടുതൽ കിട്ടുന്ന പറഞ്ഞ ആൾക്കാരുണ്ട്. ഇത് ഓടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. നമുക്കറിയാലോ ലോഡിൽ എത്ര കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് പോകുമ്പോഴല്ല, ലോഡിൽ എത്ര നമുക്കറിയാലോ കാര്യങ്ങള്. നമ്മള് ഓടിക്കുന്നില്ലല്ലോ, നമുക്ക് കാര്യങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ ഓടിക്കുന്ന കമ്പനിയോട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ പ്രൈസിങ് കൂടെ പറഞ്ഞോളൂ. ഇതിന് 1000 രൂപ ചോയ്സ് ഇപ്പൊ 7,50,000 രൂപയ്ക്ക് 2023 11,000 കിലോമീറ്റർ ഓടിയ V30 ടാറ്റ ഇൻട്ര വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, വേറെ വർക്കൊന്നും ഇപ്പൊ എടുക്കാനില്ല, സൈഡൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബോഡി മാറണമെങ്കിൽ മാത്രമേ വർക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എന്റെ ഒരു ഓപ്പൺ ബോഡി ഇതാണ് എന്റെ ബോഡി തന്നെയാണ്, അത് പുതിയ അടിച്ചാണ്. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ എന്തായാലും ഒരു 6 രൂപ 6 അടുത്ത് 6 ലക്ഷം വരെ കയറും അല്ലേ? ഒരു 1.5 കാണാം കാണാൻ പറ്റും. പിന്നെ റേറ്റിന്റെ എന്താ ശരി, ഞാനൊന്ന് കമ്പനി വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ എക്സ്ചേഞ്ച് എടുക്കാൻ വണ്ടികളാണല്ലോ, അതിന് അങ്ങനെ തന്നെ കൊടുത്ത് ഒഴിവാക്കണേ. അടുത്ത വണ്ടിയിലേക്ക് ടാറ്റ എയ്സ് ഗോൾഡ് ആണ് അടുത്തത്. ഇത് KL10 മലപ്പുറം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു എയ്സ് ഗോൾഡ് പെട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എയ്സ് ഗോൾഡ് പെട്രോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതേമാതിരി എയ്സ് ഗോൾഡ് ഡീസൽ ഉണ്ടായിരുന്നു. രണ്ട് ഓപ്പൺ ബോഡി ആയിരുന്നു. ഇത് ഡീസൽ അല്ലേ? ഇത് ഡീസൽ. രണ്ട് ഓപ്പൺ ബോഡി, ഇത് ക്ലോസ്ഡ് ബോഡിയാണ്. ഇത് ക്ലോസ്ഡ് ബോഡി വരുന്നത്. ജലമിത്ര എന്താ സംഭവം? ഇത് നമ്മുടെ ഈ വാട്ടർ പ്യൂരിഫൈ ഇല്ലേ, അവര് ഇതിന് ഉപയോഗിച്ച ഒരു വണ്ടിയാണ്. ഓവർ ലോഡൊന്നും കേറിയിട്ടില്ല വണ്ടി, അങ്ങനെ രീതിയിൽ ഒരു പരിക്കുകളൊന്നും ഇല്ല. കിലോമീറ്റർ ആകെ 70,000 ഓടിയിട്ടുള്ളൂ. ഏതാ മോഡല്? 2018 മോഡൽ ഡീസൽ. ഓക്കെ, നമ്മളെ സസ്പെൻഷന്റെ കാര്യം പറയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട 3 വാഹനങ്ങളും എല്ലാം ലീഫാണ്, ഫ്രണ്ടും ബാക്ക് ലീഫ് വരുന്നത്. ഓക്കെ, ചിലതില് സ്പ്രിംഗ് വരും ഫ്രണ്ടില്, അതുകൊണ്ടാ ചോദിച്ചത്. ഇതില് ലീഫാ വരുന്നത്. അതാകുമ്പോ പണികൾ ഉണ്ടാവില്ല. ഈ ഷോക്കൊക്കെ നമ്മൾ കണ്ട ഷോക്ക് അടി കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ലീഫിലേക്ക് അധികം പ്രിഫർ ചെയ്യുന്നത്. പ്രിഫർ ചെയ്യുമ്പോൾ അങ്ങനത്തെ വർക്കുകൾ കാര്യം ഉണ്ടാവില്ല, ലോഡ് കൂടുന്ന സമയത്ത് താവൂല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ലീഫിലേക്ക് മാറുമ്പോൾ. ചിലപ്പോ ഈ ദോസ്ത് വണ്ടികളൊക്കെ നമുക്ക് ലീഫ് ചില പൊന്തിക്കുക ചെയ്യും, ഓവർ വെയിറ്റ് കയറുകയാണെങ്കിൽ അടി താവാണ്ടെങ്കിൽ ടയറായിട്ട് മുട്ടുണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ 3ഉം നമ്മൾ ചെയ്ത വണ്ടി 3 ഇപ്പോൾ ലീഫ് സസ്പെൻഷൻ ആണ് വരുന്നത്, ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്. ഓക്കെ, ബാക്കി ഇതിന്റെ 2018 70,000 എത്രയാ പ്രൈസിങ്? എങ്ങനെയാ ഇത് ചോദിക്കുന്ന വില? 2,95,000. 2,95,000 രൂപ. 2 lakhs വരെ ലോൺ കിട്ടും? കിട്ടും. 95,000 ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ് എയ്സ് ഗോൾഡ്, ക്ലോസ്ഡ് ബോഡിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ടൈപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ പേപ്പർ ഭാഗം പുതിയ എടുത്ത് കൊടുക്കുന്നതാണോ? എല്ലാം സെറ്റ്. ഇതിന്റെ പേപ്പർ ഭാഗം ഇപ്പോൾ ഓൾറെഡി ഫിറ്റ് ആണ്. ഇനിയിപ്പോ അഥവാ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കൊടുക്കും. ഇപ്പൊ ഇതിന്റെ ടാക്സ് ഇപ്പൊ ചിലപ്പോൾ 2-3 മാസത്തേക്കാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് ആക്കി കൊടുക്കുന്നത്. ഇതിന്റെ മൈലേജ് ഇതിന് ഏകദേശം ഒരു 18 കിലോമീറ്റർ 20 അടുത്ത് ഏകദേശം. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ടാറ്റ തന്നെയാണ്. ടാറ്റ എയ്സ് ആണ്, എയ്സ് HT അല്ലേ? KL11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനം. എന്താ HTയുടെ ഒരു ഇത് വരുന്നത്? 2017 മോഡൽ വണ്ടി. അത് കിലോമീറ്റർ അതേമാതിരി ഓട്ടം കുറവാണ്. എത്രയാ? ഏകദേശം 60,000 അടുത്ത് അങ്ങനെ ഓടിയിട്ടുള്ള വണ്ടി. 17. ഓക്കെ, പിന്നെ വേറെ മേജർ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി കറക്റ്റ് സർവീസ് എല്ലാം പക്ക ഉള്ളതാണ്. അതുപോലെ തന്നെ എഞ്ചിൻ എല്ലാ ഭാഗം ഫുൾ ഫിറ്റ് ആണ്. സൈഡ് വേലി ഷീറ്റ് ഒക്കെ അടിച്ച വണ്ടി അത്. ഓക്കെ, നിങ്ങൾക്ക് നമ്മള് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അതിന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ, തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇതിന് എത്ര മൈലേജ് കിട്ടും ലോഡില്? ഇത് എയ്സ് HTക്ക് ഏകദേശം മൈലേജ് ഒരു 15-16 അപ്രോക്സിമേറ്റ്. ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത് ഏകദേശം 110 എടുത്താ വരുന്നത്. പക്ഷെ ഇത് HT അത്യാവശ്യം ഭയങ്കര മാർക്കറ്റാ. എനിക്കങ്ങനെയല്ല, ഞാനിപ്പോ ഇതിൽ വന്നിട്ട് ആളാണല്ലോ. പക്ഷെ എല്ലാവരും എയ്സ് HT എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് കൂടുതലുള്ള മര്യാദ നിൽക്കുന്നത്. ഈ പോളോ GT, ടൊയോട്ടന്റെ എത്യൂസ് എന്നൊക്കെ പറയുന്നത് അതേമാതിരിയുള്ള ഒരു സെഗ്മെന്റ് ഒരു സാധനമാണ് എയ്സ് HT. ഇതിന് വലിവ് ലേശം കൂടുതലാണ് പറഞ്ഞത്. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ വലിക്കും. കംപ്ലൈൻസ് കുറവാണ്, എഞ്ചിൻ കംപ്ലൈൻസും കുറവാണ് വണ്ടി. ഓക്കെ, എന്തായാലും ഇപ്പൊ നിലവിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇല്ല, ഇപ്പൊ നിലവിൽ വർക്കൊന്നുമില്ല. ബാക്കി എല്ലാ ഭാഗവും ഒക്കെ ഫിറ്റ് തന്നെയാണ്. ടയേഴ്സ് ആയാലും എല്ലാ ഭാഗവും ഫിറ്റ് ആണ്. ബ്രേക്ക് എടുക്കാനുണ്ട് ഈ വണ്ടി. പേപ്പേഴ്സിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ബ്രേക്ക് നമ്മൾ എടുത്തു കൊടുക്കും. ഇൻഷുറോ ഒക്കെ എല്ലാം പുതിയത്, ഫുൾ പുതിയ ബ്രേക്ക് എടുത്ത് കൊടുക്കും. അപ്പൊ അതിലുള്ള എന്തൊക്കെയാണോ കുറവുകൾ, ഇൻഷുറൻസ് ആണ്, ടാക്സ് ആണ്, എന്തായാലും നമ്മൾ കുറച്ച് അത് ഫുള്ള് നമ്മൾ നൈത്തിലെ കൊടുക്കും. എന്ന് വെച്ചാൽ പേപ്പർ ഭാഗം ഫിറ്റ് ആയി കൊടുത്താൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല. ഇത് നമ്മൾ വണ്ടി എടുത്താൽ മാത്രം പോരല്ലോ, കൊടുക്കുമ്പോഴും അത് ശ്രദ്ധിക്കുന്ന കാര്യം ഉണ്ടല്ലോ. അതാണ്. ഓക്കെ, എന്തായാലും ഫുൾ പേപ്പർ ഫിറ്റ് ആക്കിയിട്ടേ തരത്തുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട വണ്ടി ഏറ്റവും പുതിയ വണ്ടിയാണ്, അതിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ ഇത് അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത് പേപ്പറിന്റെ കാര്യം. അടുത്ത വണ്ടിയിലേക്ക്
അല്ല വില പറഞ്ഞോ നമ്മള്? ഇല്ല വില വില പറഞ്ഞോ, സോറി, വില പറഞ്ഞോളൂ. ഇത് നമ്മൾ ചോദിക്കുന്നത് 2.45, 2,75,000 രൂപയ്ക്ക് 2017 Ace HT സ്വന്തമാക്കാം. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ട്? ലോൺ ഉണ്ട്. എത്ര രൂപ? ലോണൊക്കെ ഇതിന് എന്തായാലും ഒരു 2 രൂപയുടെ ലോൺ കയറും. 1.45, 2 വരെ ലോൺ കയറും. അപ്പൊ ഒരു 1 lakh അല്ലെങ്കിൽ ഒരു 70,000 കണ്ട് ഇറക്കാം. മതി. ഓക്കെ, അടുത്തത് ഒരു സൂപ്പർ ഏസ് ആണ്. ടാറ്റയുടെ തന്നെ സൂപ്പർ ഏസ് KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. നമുക്ക് ടെക്നിക്കലി അത്ര അറിവില്ല, എന്താണ് ഇതിന്റെ ഓരോന്നിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് അറിയോ? അത് ലേശം ചെറുതാ വരിക. ഏത് ഗോൾഡ് പറയുമ്പോൾ ഇത് ലേശം വലുതാ വരിക, നീളം കൂടും. അല്ലാണ്ട് പെർഫോമൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പെർഫോമൻസിൽ കുറച്ച് വ്യത്യാസം വരും. കുറച്ചും കൂടി ഇത് കുറച്ചുകൂടി പവറൊക്കെ കൂടും. ഇത് അതേമാതിരി സൂപ്പർ ഏസ് പറഞ്ഞ വണ്ടി ഇതേമാതിരി ഭയങ്കര എൻക്വയറിയാണ്. നേരത്തെ പറഞ്ഞ HT പറഞ്ഞത് അതേമാതിരി സൂപ്പർ ഏസ് സംഭവം ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിഫർ ചെയ്യേണ്ട വണ്ടിയാണ്. പണ്ട് കാലം നല്ലോണം ഇറങ്ങിപ്പോയിട്ടുണ്ട് ഈ വണ്ടി. ചോദിക്കുന്നില്ല സൂപ്പർ ഏസ് ആണോ എന്ന് ചോദിക്കലുണ്ട്. ഏസ് പറയുമ്പോൾ സൂപ്പർ ഏസ് ആണോ ചോദിക്കലുണ്ട്. ആന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഡിമാൻഡ് കിട്ടും. ഏസും HT അല്ലേ? ഏസ് HT എല്ലാ വണ്ടികളും എല്ലാം നല്ല തന്നെയാണ്. അപ്പൊ ഈ ചില ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഉണ്ടാവില്ല, ഈ എന്താ പറയാ, ഈ സർവീസ് കോസ്റ്റ് കുറവ്, മെക്കാനിക്കൽ ഭാഗങ്ങളിൽ വിലക്കുറവ്, അതാണ് ഈ കൊമേഴ്ഷ്യൽ വണ്ടി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കാര്യം. അതായത് ഓടിച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാകാനുള്ളത്, കാറുമാരില്ലല്ലോ, ആൾക്കാർക്ക് ഒരു ഗുണത്തിൽ കണ്ട സാധനമുള്ളത്. അപ്പം അങ്ങനെയുള്ള മാർക്കറ്റിൽ വരുന്നെങ്കിൽ നിലവിലെ വണ്ടിയുടെ അവസ്ഥ എന്താ? ഏതാ മോഡൽ കാര്യങ്ങൾ? ഇത് 2013 മോഡൽ വണ്ടി. കിലോമീറ്റർ ഏകദേശം ഓടിയത് 1 lakhന്റെ അടുത്താണ്. വേറെ മേജർ വർക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നിലവില്. ഇപ്പം ബ്രേക്ക് ഏകദേശം ആയിട്ടുണ്ട്. നമ്മളെ പുതിയ ബ്രേക്ക് എടുത്തു കൊടുക്കും വണ്ടിക്ക്. പുതിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഈ വണ്ടി ഒരു 1.35 നമ്മൾ കൊടുക്കുന്നുണ്ട്. 1,35,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫുൾ ലോൺ കയറോ? ലോണില് കിട്ടല് ലേശം മോഡല് കണ്ട് ചിലപ്പം. പിന്നെ 2013 മോഡല്. വേറെ പറയത്തക്ക രീതിയിലുള്ള വലിയ വർക്കുകളൊന്നും ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇപ്പം ഒന്ന് ജസ്റ്റ് ചെറിയ ചെറിയ പെയിന്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഒരു 13 രീതിയിലുള്ള ടയേഴ്സും വലിയ കുഴപ്പമില്ല. റീസോൾ ടയേഴ്സ് ഒന്നുമല്ല, ഒറിജിനൽ ടയേഴ്സ് തന്നെയാണ്. റീസോൾ അല്ലല്ലോ, അല്ലല്ല, ഒറിജിനൽ ടയേഴ്സ് തന്നെയാണ്. കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. ആ ഭാഗങ്ങളിലേക്ക് നോക്കാം. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഒക്കെ വർക്കിംഗ്, എല്ലാ ഭാഗവും ഒക്കെ വർക്കിംഗ്. ഞങ്ങൾ എടുക്കുന്ന എല്ലാ വണ്ടികളും റണ്ണിങ് എടുക്കുന്ന വണ്ടികൾ എനിക്കുണ്ട്. അതായത് അപ്പം നിർത്തിയ വണ്ടി എടുക്കാനില്ല, റണ്ണിങ് എടുക്കുന്ന വണ്ടിയെ കൊണ്ട് നമുക്ക് ആൾക്കാർ വിശ്വസിച്ച് എടുക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ അവർക്കും അവർ എപ്പോഴും എന്താ വർക്കുകൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉള്ളപ്പം എന്തായിരിക്കും വണ്ടിയുടെ ആൾക്കാർ അപ്പം വണ്ടി എടുത്ത് നിൽക്കും. അതായത് അവർക്ക് നിർത്തി വെക്കാൻ പറ്റില്ല വണ്ടി. നാളെ ഓടണമെങ്കിൽ ഈ വണ്ടി ഇന്ന് സ്റ്റാർട്ടിങ് ആയേ പറ്റും. എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ അവർ വർക്ക് എടുക്കും. അടുത്ത സമയം പണി കിട്ടിയാൽ അവരുടെ ജോലി ഒന്നും അതാണ് ഇതിന്റെ പണിയെടുക്കും. ടാക്സി വണ്ടിക്കാരും അങ്ങനെ തന്നെയാണ്. എല്ലാ വണ്ടികളും വർക്ക് എടുക്കും. മെക്കാനിക്കൽ എപ്പോഴും ഒരു വണ്ടിക്ക് എപ്പോഴും ഞങ്ങൾ എടുത്തോളം വണ്ടികൾ അങ്ങനെ കിട്ടിയത്. അല്ലാത്ത വണ്ടികൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ പറയാം സ്ക്രാപ്പ് ആയിക്കോളാം. നമ്മുടെ സ്വന്തം വണ്ടിയാണ്, പ്രൈവറ്റ് വണ്ടിയാണ്. നമ്മുടെ ഏരിയ നാളെ ചെയ്യാം, മറ്റന്നാ ചെയ്യാം, അവസാനം വണ്ടി നിൽക്കും, അപ്പോഴേ ചെയ്യണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അങ്ങനത്തെ വണ്ടി എടുക്കാൻ പാടില്ല. അങ്ങനത്തെ വണ്ടികൾ എടുത്തിട്ട് തന്നെ നമ്മോട് പറയാം സ്ക്രാപ്പ് ആയിക്കാന്ന് പറയാം. സ്ക്രാപ്പിൽ കൊടുത്തോളാൻ പറയുള്ളൂ. നമുക്ക് ഇനിയിപ്പം ഇത് ടാറ്റ ഓക്കെ എന്ന് പറയുന്ന ഒരു അപ്കമിങ് ആണ് ഇപ്പൊ. അപ്പൊ അതിലൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നല്ലോ. അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. ഇത് ക്ലോസ്ഡ് ബോഡി, ഇത് ചെറിയ സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരു ക്ലോസ് ബോഡി കണ്ടത് ചെറിയ സെഗ്മെന്റ് മാത്രം അല്ലല്ല. ക്ലോസ്ഡ് ബോഡി നമ്മളെടുത്ത് 407 ഒരു 7 വണ്ടി കിടപ്പുണ്ട്. അതിപ്പോ സർവീസിലുള്ളത് നമ്മുടെ ടാറ്റ 407. അതേമാതിരി ക്ലോസ്ഡ് ബോഡി ഡിമാക്സും ഉണ്ട്, ഇസൂസിന്റെ. അങ്ങനെ 9 വണ്ടിയുടെ ക്ലോസ്ഡ് ബോഡിന് വേറെ വരാനുണ്ട്. അപ്പൊ അങ്ങനത്തെ വലിയ വണ്ടികൾ ആരാധകരുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇസൂസുവിന്റെ വാഹനമുണ്ട്, അതേപോലെ തന്നെ 407 ഉണ്ട് ടാറ്റയുടെ. മറന്നു വേണ്ട അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ടാറ്റ ഏസ് തന്നെയാണ്. KL10 ടാറ്റ സൂപ്പർ ഏസ് മിന്റ് ആണ്. നമ്മൾ സൂപ്പർ ഏസ് കണ്ടു, ഇനി അതിന്റെ കൂടെ മിന്റ് കൂടെ വന്നിട്ടുണ്ട്. അത് തോത്താൻ തണുപ്പായിരിക്കും? അല്ലല്ല, സൂപ്പർ ഏസ് മിന്റ് ആണ്. ഇതിന്റെ ടാറ്റ തന്നെ നേരത്തെ പറഞ്ഞ സൂപ്പർ ഇതല്ലോ, സൂപ്പർ ഏസ്. അതിന്റെ അതേമാതിരി സൂപ്പർ ഏസ് മിന്റിന്റെ ഒരു അപ്ഗ്രേഡ് വണ്ടിയാണ്. ലേശം അഡ്വാൻസ്ഡ് ആയിട്ട് എഞ്ചിൻ അപ്ഗ്രേഡ് വന്ന സമയത്ത് അപ്പോഴൊരു പേരാണ് സൂപ്പർ ഏസ് മിന്റ് എന്നുള്ളത്. ഇത് 2017 മോഡൽ വണ്ടി. വേറെ നല്ല വണ്ടിയാണ്. വേറെ വർക്ക് കാണൊന്നും എടുക്കാനൊന്നുമില്ല വണ്ടിക്ക്. എന്താ പറയാ, ഇതേമാതിരി നമ്മൾ എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. സൈഡ് വെയിലൊക്കെ അടിച്ചിട്ടുണ്ട്. പറയത്തക്ക രീതിയിലുള്ള മേജർ ഒന്നുമില്ല. ടയേഴ്സ് കാണാൻ എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്. പേപ്പറിൽ എന്തോ ചെറിയ എനിക്ക് തോന്നുന്നൊരു ടാക്സ് അങ്ങനത്തെ ഒരു പെൻഡിങ് ഉണ്ട്, അതും കയറി കൊടുക്കും. ഇതുള്ള സ്പ്രിംഗ് ആണല്ലേ? എത്ര ഇപ്പൊ ആസ്കിങ്? ഇത് 2.35. 2017 വാഹനം, 2,35,000. ഒരു 1.5 ലോൺ കയറും. 1.5 ലോൺ സുഖമായിട്ട് കയറും. അത്രേ ഉള്ളൂ. ഇതിന്റെ പേപ്പർ ഭാഗം പുതിയ എടുത്തു കൊടുക്കുന്നതാണോ അതോ നിലവില് ഉണ്ട്? ഓർമ്മയില് ടാക്സ് എല്ലാ വണ്ടികളും
ഏത് എല്ലാ വണ്ടി നമ്മൾ പേപ്പർ ഫുൾ ഫിറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. അതെന്താ വെച്ചാൽ നമ്മളിപ്പം ഇപ്പൊ നിങ്ങൾക്കറിയാം അധികം ഷോറൂമുകൾ ഈ വണ്ടിയുടെ എടുത്ത് വെക്കാറന്നില്ല, ഒക്കെ ഡീലർമാർ കൊടുക്കുക ചെയ്യാം. നമുക്ക് ഈ പേര് മാറാത്ത ബുദ്ധിമുട്ട്, പിന്നെ ചിലവർ ഈ വണ്ടികള് നിർത്തിട്ടതുകൊണ്ട് ഈ ടാക്സ് ഇൻഷുറൻസ് കുറയല്ലോ, അപ്പൊ ഈ വണ്ടി എടുത്ത് ഓടിച്ച് ഉപയോഗിച്ചിട്ട് വിൽക്കുന്ന ആൾക്കാർ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് കസ്റ്റമർ, അതായത് നമുക്ക് തന്ന കസ്റ്റമേഴ്സ് കാണുമ്പോൾ അത് നമുക്ക് കമ്പനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പം വണ്ടി എടുത്തിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കാനുള്ള കാരണം മെയിൻ അതാണ്. അപ്പൊ അതുകൊണ്ടാണ് പേപ്പർ ഫിറ്റ് ആക്കിയിട്ട് പേര് മാറിയിട്ട് കൊടുക്കുന്നത്. വീണ്ടും ഒരു സൂപ്പർവൈസ് മിന്റ് ആണ്. KL 53 രജിസ്ട്രേഷനുള്ള 53 പറയുമ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ. ഓക്കെ, 54 പോന്നായി. ഇത് 2017 മോഡൽ വണ്ടി. ഓട്ടം കിലോമീറ്റർ ഏകദേശം 1,25,000 അങ്ങനെയാണ് ഓടിയത്. സർവീസിനെ കറക്റ്റാണ്. എല്ലാ വണ്ടികളും നമ്മൾ കസ്റ്റമർ എങ്ങനെയാണോ വണ്ടി എടുക്കുന്നത് അതേ രീതിയിലാണ് കൊണ്ടുപോയിക്കുന്നത്. വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ റണ്ണിംഗുള്ള വണ്ടി മാത്രം എടുക്കാറുള്ളൂ. ശരി, ഇതും ചോദിച്ച വില 2,35,000. സെയിം മോഡൽ. 2,35,000 ആണെങ്കിലും 1.25 വരെ ലോൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഇതിന് വേറെ വർക്കൊന്നും ഇല്ലല്ലോ, ബോഡി കാര്യങ്ങളൊന്നും? ബോഡി ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ വെയിൽ ഷീറ്റ് അടിച്ചിട്ടില്ല. വെയിൽ ഷീറ്റ് അടിക്കാണ്ട്. ടയേഴ്സ് ഒരു ആവറേജിന് മുകളിൽ ടയേഴ്സ് ഉണ്ട്. ഓക്കെ, അടുത്തതാ KL 53 രജിസ്ട്രേഷനുള്ള ടാറ്റ ഏസ് തന്നെയതും. സൂപ്പർ ഏസ് മിന്റ് തന്നെ, സെയിം അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2019 മോഡല്, സെയിം ഓപ്ഷൻ, സെയിം സംഭവം തന്നെ. ഓക്കെ, വേറെ നല്ല വണ്ടി തന്നെയാണ്. ഇതും എക്സ്ചേഞ്ച് എടുത്ത വണ്ടികൾ തന്നെയാണ്. ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോ കാണിച്ച വണ്ടി തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൽ ഇനി പോവാനുള്ള 2 വീഡിയോ, ഒന്ന് ഇതും 2 വണ്ടിയുള്ളൂ പോവാതെ. അതെന്താ വെച്ചാൽ കഴിഞ്ഞ മാസം ഈ മാർച്ചും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് നമ്മള് അതിന്റെ തിരക്കിലേനി. എന്താ വെച്ചാൽ ഞങ്ങളെ പുതിയ വണ്ടികൾ സെഗ്മെന്റിലേക്ക് ഇറങ്ങിനെ കൊണ്ട് അതിലുള്ള ചെറിയൊരു ഇതിൽ നിന്ന് പോയ വണ്ടി ഉണ്ടാവും. വേറെ കംപ്ലൈൻസ് ആയിട്ടോ ഒന്നും തന്നെ ഇല്ല, വണ്ടി പക്ക വണ്ടികൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോയില് മിസ്സായവർക്ക് എടുക്കാം. അതെ, നോക്കിയിട്ട്. KL 53 രജിസ്ട്രേഷൻ ആണ്. എത്ര മോഡൽ പറഞ്ഞ? 2019 ആണ്. ഓക്കെ, 19 ഓട്ടം. കിലോമീറ്റർ ഏകദേശം 1 ലാഖിന് അടുത്ത് തന്നെ ഓടിയത്. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 2,90 ചോദിക്കുന്നത്. ഇതിന്റെ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ 2 സൂപ്പർ എസ്മിന്റും, ഒന്ന് ബോഡി ഓപ്പൺ ആണ്, ഒന്ന് ബോഡി വർക്ക് എടുത്തിട്ടുണ്ട്, സൈഡിൽ വേല് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ രണ്ടിനും ഒരേ വിലയാണല്ലോ പറഞ്ഞത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു മാർക്കറ്റിൽ എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടികളാണ്. അപ്പൊ അതായത് മാർക്കറ്റിൽ ഒരു വിറ്റ് പോകാൻ എടുക്കുന്ന വിലക്ക് എടുക്കുന്ന വണ്ടികളാണ്. അപ്പൊ മറ്റേ കച്ചവടക്കാരന്മാര് എടുത്തിട്ട് ലാഭം കിട്ടിയിട്ട് കൊടുക്കുന്ന പരിപാടി അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇത് ഇപ്പൊ കസ്റ്റമർ നിന്റെ വണ്ടി എത്ര കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ വണ്ടി 2,35 കിട്ടി, ഇന്റെ വണ്ടിക്ക് 2 രൂപ കിട്ടുക പറഞ്ഞ മോശമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ രീതിയിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷീറ്റ് മേടിക്കാനുള്ള ഒരു എമൗണ്ട് വരെ നോക്കിയിട്ട് എന്താ വെച്ചാൽ കമ്പനി സംസാരിച്ച് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളോ. ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതും ഏസ് ഗോൾഡ് ആണ്. KL 84 രജിസ്ട്രേഷൻ വരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. ഇതിന് ഗവൺമെന്റ് 2021 മോഡൽ വണ്ടി. ഓക്കെ, കണ്ടെയ്നർ ടൈപ്പ് ആണ്, ക്ലോസ്ഡ് ആണ് അല്ലേ? ക്ലോസ്ഡ് ബോർഡ് വണ്ടിയാണ്. 2021 മോഡൽ വണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ടു വണ്ടിപ്പോ ലാസ്റ്റ് ഉള്ളൂ. ഇത് നമുക്ക് 3 രൂപ ചോദിക്കുന്നുണ്ട്. ക്ലോസ്ഡ് ബോഡിയാണ്. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ്. ഓട്ടം 40 ഓടിട്ട വണ്ടിയാണ്, കമ്പനി സർവീസുള്ള വണ്ടിയല്ലോ. ഇതൊക്കെ വാറണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. അത്രേ ഉള്ളൂ. 3 lakhs അല്ല ചോദിച്ചാൽ? അതെ, 3 ലക്ഷം. ലോൺ ഒരു ലോണൊക്കെ എന്തായാലും ഒരു 2.25 2.5 എന്തായാലും ഫിനാൻസ് വരും. 19,000 രൂപ ഉണ്ടാലും ഇറക്കാൻ പറ്റുന്ന വാഹനമാണിത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു എന്തായാലും. അപ്പൊ നിങ്ങൾ അന്ന് മിസ്സായവരുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട്. ഇതിന്റെ കൂടെ തന്നെ വേറെ 3 വണ്ടികൾ ഉണ്ടായിരുന്നു. അതെ, അത് കൊടുത്തു. ഇതിന് ക്ലോസ്ഡ് ബോഡിയിൽ മൊത്തം ഈ ഒരു കമ്പനീന്റെ വണ്ടികൾ മൊത്തം 4 വണ്ടി ആക്സിഡന്റ്. കഴിഞ്ഞ വീഡിയോ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സമയത്ത് മലപ്പുറം അവിടെ വണ്ടികൾ ഉണ്ടായിരുന്നു, അവിടെ 3 വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ നേരെ കമ്പനി വണ്ടികൾ സെയിലായി പോയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഒരു വണ്ടി മാത്രമേ. അത്രേ ഉള്ളൂ. അപ്പോ നമ്മൾ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നിങ്ങൾക്ക് കൊമേഴ്ഷ്യലിന്റെ വാഹനങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് തന്നുകൊണ്ടേ ഇരിക്കാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോ സുഷി എന്തായാലും വളരെ നന്ദി. അപ്പൊ എല്ലാവർക്കും, നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ വക ഈദ് മുബാറക്ക് വിഷു ആശംസകൾ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം.